ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ എല്ലാവർക്കും ശാലിനിൻ്റെ കൂട്ടുകാർ വ്ളോഗ്സിലോട്ട് സ്വാഗതം. നമുക്കിന്നൊരു സോപ്പ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ ഗ്ലിസറിൻ ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ, കാരണം ഇത് നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത് ഇനി നമ്മൾ അതിനകത്തോട്ട് മഞ്ചിഷ്ട പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ മഞ്ചിഷ്ട സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല അടിപൊളി സോപ്പാണ്. അത് ഈ സാധനം നമുക്ക് മെഡിക്കൽ സ്റ്റോർ അല്ല ആയുർവേദ കടയില്ലേ, ആയുർവേദ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എടുക്കണ അനുസരിച്ച് ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡൈക്കകത്ത് ഒഴിച്ച് അലിയിപ്പിച്ചത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഡൈക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാനുണ്ടല്ലോ മറ്റേ നമ്മുടെ ലവ് ബൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം, കേക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ആ ചെപ്പിനകത്താണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. മോൾഡിനകത്ത് ഒഴിച്ചതല്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, നല്ല രസം. അതേ കണ്ട നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത്. പിന്നെ നമ്മുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒഴിക്കാം. അപ്പോൾ അതേ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ആ കുഞ്ഞ് ഈ കളമൊക്കെ അതിനകത്ത് അതുപോലെ കിട്ടിയത്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഈ മോൾഡിനകത്ത് ഒഴിച്ചിട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളമായിട്ട് തന്നെ ഒരു സാധനം ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഇതൊക്കെയുള്ള ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ഇങ്ങനെ അലുത്തിങ്ങനെ പോയ പോലെ ഇരിക്കും. ഇത് ഞാൻ ഈ പൊടി മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് കണ്ട നല്ല രസമാണ്, കാണാനും നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ട എന്ത് രസമാണെന്ന് നോക്കും. നല്ലൊരു കളറാണ്. ഇതിനകത്തൊരു ബ്ലാക്ക് പോലെയാണ്, പക്ഷെ ഒരു റെഡ് കൂടിയ കളറാണ്, മെറൂൺ.